കോഴിക്കോട് സിറ്റിയിൽ വീണ്ടും വൻ മയക്കുമരുന്ന് വേട്ട. 200 ഗ്രാം MDMA-യുമായി കൊവ്വൂർ സ്വദേശി അരുൺകുമാർ എക്സൈസ് സംഘത്തിന്റെ പിടിയിലായി. പ്രതി MDMA-യുമായി പിടിയിലാകുന്നത് മൂന്നാം തവണയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസും ഡാൻസാഫും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് അരുൺകുമാർ കുടുങ്ങിയത്. ആശുപത്രി പരിസരത്ത് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന നിലയിലായിരുന്നു ലഹരിമരുന്ന് ശേഖരം. പ്രതി ബംഗളൂരിൽ നിന്ന് മയക്കുമരുന്ന് കേരളത്തിലേക്ക് എത്തിച്ച് പല ജില്ലകളിലായി വിൽപ്പന നടത്തി വരികയായിരുന്നു. ഇതിനു മുൻപ് 2 പ്രാവശ്യവും MDMA-യുമായി ഇയാൾ പിടിയിലായിട്ടുണ്ട്. 2022 വയനാട് മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ വെച്ച് ബംഗളൂരിൽ നിന്ന് കൊണ്ടുവരികയായിരുന്ന 300 ഗ്രാമോളം MDMA-യുമായി അരുൺകുമാറിനെ എക്സൈസ് സംഘം പിടികൂടിയിരുന്നു. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങുകയും വീണ്ടും 2025 MDMA വിൽപ്പന നടത്തുന്നതിനിടെ ഗോവിന്ദപുരം നാരങ്ങാളി അമ്പലത്തിന് സമീപം വെച്ച് 12 ഗ്രാമോളം MDMA-യുമായി ഇയാൾ വീണ്ടും മെഡിക്കൽ കോളേജ് പോലീസിന്റെ വലയിലായി. പിന്നീട് ഈ കേസിലും ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് വീണ്ടും ലഹരിമരുന്ന് വിൽപ്പന തുടർന്നത്. അതേസമയം കോഴിക്കോട് സിറ്റിയിൽ മാത്രം പുതുവർഷം തുടങ്ങി ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഇതുവരെ 1 കിലോഗ്രാമോളം MDMA പിടികൂടി കഴിഞ്ഞു. ജനം, കോഴിക്കോട്.